ഹലോ നമസ്കാരം, ഞാൻ മരിയ ഷാലു. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യാത്ര പുറപ്പെടുക കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കൊച്ചി എയർപോർട്ടല്ല, നമ്മുടെ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. പക്ഷേ ഇൻ്റർനാഷണൽ യാത്രയൊന്നുമല്ല, നമ്മളിന്ന് പോകുന്നത് ആൻഡമാനിലോട്ടാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആക്ച്വലി ആൻഡമാൻ എൻ്റെ കുറേ കാലത്തെ സ്വപ്നമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻഡമാനിലോട്ട് പോകുക എന്നുള്ളതൊരു ഡ്രീമായിരുന്നു. നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് കേട്ടോ പോരുന്നത്. അപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റിൽ നിന്ന് രാവിലെ നമുക്ക് 7:45 കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് വരുന്നത്. പിന്നെ കൊച്ചിയിൽ നിന്ന് ഇവിടെ ഇപ്പോൾ വന്ന് 9:30 വന്നിട്ട് ഇനി 10:15 നമ്മുടെ ചെന്നൈ ടു പോർട്ട് ബ്ലെയർ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആൻഡമാനിലെത്തുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ കണ്ണൊക്കെ കഴിഞ്ഞ ദിവസം എൻ്റെ കണ്ണ് കണ്ടിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടേക്കുക, എന്നെ കണ്ടിട്ട് അനന്തഭദ്രത്തിലെ മനോജ് കേച്ചൻ്റെ കണ്ണ് പോലെ ഉള്ളത്. അത്രയ്ക്ക് വൃത്തികേടാണോ? നാളെ തൊട്ട് കൂളിംഗ് ഗ്ലാസ് വെക്കാം കേട്ടോ. അതെ, ജോമി ഉണ്ട് കേട്ടോ എൻ്റെ കൂട്ടത്തിൽ. ജോമി, ഹൗ എക്സൈറ്റഡ് ആർ യു? കുഴപ്പമില്ല, ആൻഡമാനിലോട്ട് ആദ്യമായിട്ട് പോകുന്നതിന് ഒരു എക്സൈറ്റഡ്. അത്രേ ഉള്ളൂ. അല്ല, അപ്പം ഞങ്ങൾ ഇന്ന് ബീച്ചിലൊക്കെ കളിച്ച് ആൻഡമാൻ്റെ എന്താ പറയുക, ആൻഡമാൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പഠിച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാട്ടോ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ആൻഡമാൻ കാഴ്ചകൾക്കായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വരുന്നത്. കൊച്ചിയിൽ നിന്ന് എനിക്കൊന്നും എടുക്കാൻ സാധിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചിയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി റഷ് ചെയ്താണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നു, ഞങ്ങൾ നേരെ ലോഞ്ച് എടുത്ത് കിടിലൻ ഫുഡായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല സ്റ്റാഫും, യാതൊരു കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ പ്ലാറ്റിനം കാർഡ് വെച്ചിട്ടാണ് കയറിയത്, കാശ് കൊടുത്തിട്ടൊന്നുമല്ല. കാശ് കൊടുത്ത് മീൻസ് നമ്മുടെ 2 രൂപ കൊടുത്തിട്ടാണ് കയറിയത്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ അതെല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ബാങ്കിന് ആ പേയ്മെൻറ്റ് എല്ലാ വർഷവും പേ ചെയ്യുന്നതാണ്. നമ്മൾ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് തോന്നിയിട്ട് അത് പേ ചെയ്യണം. അപ്പം എന്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്തുകൂടാ? ഞാൻ പക്ഷേ ആദ്യമായിട്ടാണ് യൂസ് ചെയ്തത്. എനിക്ക് വന്നിട്ട് ജോമി നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിവേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു, നല്ല സ്റ്റാഫായിരുന്നു. അപ്പോൾ ചെന്നൈയിലോ കൊച്ചിയിലോ ഒക്കെ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആൻഡമാനിലെത്തി, വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ ഗ്രൂപ്പ് 12 പേരുടെ ഗ്രൂപ്പാണ്. എല്ലാവരും ഇതേ എത്തി. നമ്മുടെ ടീം അംഗം, അതായത് നമ്മൾ സാഫർ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പം സാഫർ ഗ്രൂപ്പിൻ്റെ ആളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നേരെ ഇനി ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിലോട്ട് പോയേച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് വീഡിയോസ് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല കേട്ടോ ആക്ച്വലി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഡിഫൻസിൻ്റെ എയർപോർട്ട് ആയതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെയാണ് അവിടെ പറഞ്ഞു കേട്ടത്. ഡിഫൻസിൻ്റെ എയർപോർട്ട് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിയോ ഒന്നും അലൗഡ് അല്ല. പുറത്താണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഇവിടെ ഒരു വീർ സവർക്കറുടെ ഒരു കൂറ്റൻ പ്രതിമയാണ് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഇവിടെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണ് നാഷണൽ ഫ്ലാഗ് നിൽക്കുന്നത് പറയും. അത് ഭയങ്കര ഇവിടുത്തെ ആ വെതറും ഫ്ലാഗിൻ്റെ ആ ഒരു ഫ്ലൈയിങ് കൂടെ ഉണ്ടല്ലോ, ശരിക്കും ലിറ്ററലി നമുക്കൊരു രോമാഞ്ചം വരുന്നൊരു സംഭവമാണ് ഈ ഫ്ലാഗിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാമോ? യെസ്, ഇതാണ്. നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് ഇങ്ങനെ ആദ്യം പോയി ഉടക്കുന്നത് ഈ ഒരു ഫ്ലാഗിലോട്ടാട്ടോ. ഇതാട്ടോ നമ്മൾ വന്നിറങ്ങിയ എയർപോർട്ട്. അപ്പം നമ്മുടെ ഓൾറെഡി നമ്മൾ വണ്ടിയിൽ കയറി. നമ്മുടെ ഗ്രൂപ്പിൽ ഇത്രയും പേരുണ്ട്. നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ പോകുന്നേക്കും കേട്ടോ ഫുഡ് കഴിക്കാൻ. ഇപ്പോൾ ഓൾറെഡി 3 മണി ആകാറായി, കാരണം നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ഏകദേശം 3 മണി ആകാറായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫുഡ് കഴിച്ചുകൊണ്ട് പേപ്പൂച്ച നടത്തിക്കൊണ്ട് തന്നെ ആദ്യം നമുക്ക് തുടങ്ങാൻ പറഞ്ഞു. ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ചെറിയൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. പക്ഷേങ്കിൽ എല്ലാവരും വിശപ്പിൻ്റെ വിളി കൊണ്ട് നമ്മൾ നിൽക്കുവാണ്. അപ്പോൾ അങ്ങനത്തെ ഞങ്ങളുടെ ഫുഡ് വന്നു കേട്ടോ. ഇതെന്നാ ജോമി ഫുഡ്? ബിരിയാണി ആണ് കാണുന്നില്ല. അകത്ത് കാണും. ചിക്കൻ ഉണ്ട്. ഇപ്പുറത്തെ പ്ലേറ്റിലൊക്കെ ചിക്കൻ ഉണ്ട് കേട്ടോ. ആൻഡമാനിലെ ഫസ്റ്റ് ഫുഡാണ് കേട്ടോ ഇത്. ബിരിയാണിയാണ്, പക്ഷെ നമ്മൾ കഴിക്കുന്ന കൂട്ടല്ല. കാണുമ്പോൾ കുറേ സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയാണ് തോന്നുന്നു. പക്ഷേ സ്പൈസി ആയിട്ടുള്ള ബിരിയാണി അതല്ല, നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് സെല്ലുലാർ ജയിലാണ്. സെല്ലുലാർ ജയിലിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അപ്പം അത് നമ്മുടെ കാലാപാനി മൂവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ജയിലിലോട്ടാണ് പോകുന്നത്. 4:30 വരെയാണ് അങ്ങോട്ടുള്ള പെർമിഷൻ തരുന്നത്. അപ്പം 4:30 കഴിയുമ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടച്ച് 5:30 ആകുമ്പോൾ അവിടെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ വിഷ്വൽസ് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കാരണം നമുക്ക് സെല്ലുലാർ ജയിൽ കാണാം. ലൈറ്റ് ആൻഡ് ഷോ നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് കാണണം. നിങ്ങൾ അതിൻ്റെ അകത്ത് കട്ടടിക്കാൻ പറ്റത്തില്ല.
നമ്മളിപ്പോൾ ഇനി എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാനായിട്ട് ഇത് കേട്ടോ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാനായിട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുക. ഞങ്ങളെല്ലാവരും ഇപ്പോൾ റിലാക്സായി, എല്ലാവരും ഇങ്ങനെ കമ്പനി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെല്ലാം അടിപൊളിയാണ് കേട്ടോ. ഈ വണ്ടിയല്ല നമ്മൾ പോകുന്നത് കേട്ടോ, ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ ഇങ്ങനെ നടന്ന് കുറച്ച് അങ്ങ് മുമ്പിലോട്ട് വന്നു കഴിയുമ്പം നമുക്ക് ജയിലിൻ്റെ ആ ഒരു ഓക്കെ, അപ്പോൾ ഇതാണ് സവർക്കർ പാർക്ക്. പിന്നെ ഇതാണ് നമ്മുടെ പ്രശസ്തമായ കാലാപാനി ജയിൽ അഥവാ സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് ഞാൻ അവിടെ ചെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമേ. നമ്മൾ സെല്ലുലാർ ജയിലിൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ 2 ബ്ലോക്കുകളാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു നടുമുറ്റത്താണ്. അപ്പം ഇവിടെ കണ്ടോ, ഈ കാണുന്ന ചെറുകളിലെല്ലാം ഇരുന്നുകൊണ്ടാണ് നമുക്ക് സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ കാണുമ്പം ഈ വിവിധ തരത്തിലുള്ള ജയിലുകൾ കണ്ടല്ലോ, ഈ ജയിലുകളുടെ ഉള്ളിൽ നിന്നാണ് ആ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് ജനങ്ങൾക്ക് അത് ആസ്വദിക്കാനുള്ള ഒരു കാര്യങ്ങൾ കൂടിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം കാണേണ്ടത്. ഇതാണ് വിനായക് ദാമോദർ സവർക്കർ താമസിച്ചിരുന്ന റൂമെന്ന് പറയുന്നത്. 1888 തൊട്ട് 1966 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. ഈ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തെ ബന്ധിച്ചിരുന്നത്. ഒരു സെല്ലിൽ 20 പേര് 25 പേരൊക്കെ വെച്ചായിരുന്നു താമസിച്ചിരുന്നെങ്കിൽ ഈ സെല്ലിൽ ശരിക്കും സവർക്കർക്ക് ഏകാന്തവാസമായിരുന്നു. അപ്പം അതായിരുന്നു അദ്ദേഹത്തിനുള്ള ശിക്ഷ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകാന്തവാസമായിരുന്നു. സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത് ഒരു 7 ഇതളുകളുടെ രീതിയിലാണ്. പക്ഷേങ്കിൽ ഇപ്പം കറൻലി ഇവിടെ 3 ഇതളുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരെണ്ണം ഇവിടെ ഓൾറെഡി തകർന്ന് കിടക്കുന്നത് നമുക്ക് കാണാം. പിന്നെ ബാക്കി ഉള്ളത് ഭൂകമ്പത്തിലാണോ സുനാമിയിലാണോ എങ്ങനെയോ അത് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത് 1947 മുമ്പല്ല അതിനുശേഷം നശിച്ചു പോവുകയും പിന്നീട് ഇപ്പം അവിടെ ഒരു എന്താ പറയുക ഒരു ഹോസ്പിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തേക്കണത്. ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് പറയുന്നതാണ് ആ 7 അതിലുകളുടെ നടുക്കുള്ള ഡോം എന്ന് പറയുന്ന ഭാഗം. ഇത് കണ്ടോ, ആ സമയത്ത് കറണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ ശക്തമായിട്ട് അടിക്കുവാണെങ്കിൽ ഈ ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാകും എന്തോ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടാണെന്നുള്ളത്. അപ്പോൾ അവർ അലേർട്ടാകും. പിന്നെ ഈ ഇതെന്ന് പറയുന്നത് ലൈക്ക് ഒരു ലൈറ്റ് ഹൗസ് ആയിരുന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ഇതളുകളും കൃത്യമായിട്ട് കാണുകയും അപ്പം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് വീക്ഷിക്കാനുമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഡോം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് ഇവർ ഏതെങ്കിലും രീതിയിൽ ജയിൽ ചാടാനോ കാര്യങ്ങൾക്കോ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോട്ട് ഫുള്ള് കടലാണ്. ഒരു കാരണവശാലും ഇവർക്ക് ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതും കൂടിയായിരുന്നു ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഏറ്റവും ക്രൂരവും പൈശാചികവുമായിട്ട് നമ്മുടെ ഇവർ സ്വാതന്ത്ര്യ സമര സേനാനികൾ അതോടൊപ്പം തന്നെ മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്തവരെയും അടച്ചിരുന്ന ഒരു സ്ഥലമാണിത്. ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ശിക്ഷാവിധികളായിരുന്നു അവർക്ക് നടത്തിയിരുന്നത്. 87 പേരെ ഇവിടെ തൂക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെന്നാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന ഔദ്യോഗിക കണക്ക്. പക്ഷേ നമുക്ക് ഔദ്യോഗികമല്ലാതെ എത്രത്തോളം പേരുടെ ചോര ഇവിടെ പോയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും യാതൊരു അറിവുകളുമില്ല. ഞാനിവിടെ വന്നപ്പോൾ തൊട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും ഡീറ്റെയിൽസും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് എനിക്കിവിടുത്തെ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മളെ ടൂർ കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിത് നിങ്ങളിലോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു ഹാഫ് പോലും എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാനിപ്പോൾ ഈ ട്രിപ്പ് വന്നിരിക്കുന്നത് സാഫർ ഗ്രൂപ്പിനോടൊപ്പം കേട്ടോ. നല്ല കിടിലൻ ട്രിപ്പാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് നമുക്ക് ജസ്റ്റ് അവരുടെ കൂടി അങ്ങ് പോയേച്ചാൽ മതി, ആ രീതിയിലാണ് കേട്ടോ. അപ്പോൾ പോകാൻ ആഗ്രഹമുള്ളവർക്ക് താഴെ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. എല്ലാ മാസവും ആൻഡമാനിലോട്ട് മാത്രമല്ല കുറേ ഏറെ സ്ഥലങ്ങളിലേക്ക് അവർ ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ താമസിച്ചിരുന്ന ജയിൽ പുള്ളികൾക്ക് ഉള്ള ഒരു വർക്ക് സ്പേസ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിരുന്ന ആളുകൾക്കാണ് ഈ വർക്ക് സ്പേസ് കൊടുത്തിരുന്നത്. ഒരു കാളയ്ക്ക് 5 ലിറ്റർ വെളിച്ചെണ്ണയാണ് ആട്ടാൻ പറ്റുന്നത്. അപ്പം അതിലും കൂടുതൽ വെളിച്ചെണ്ണ നമ്മൾ കൈകൊണ്ട് മനുഷ്യരാട്ടണം എന്നുള്ളതാണ് അവർ കമ്പൽസറി പറഞ്ഞിരുന്നത്. ഇൻ കേസ് അങ്ങനെ ആട്ടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ക്രൂരമായിട്ടുള്ള ശിക്ഷാവിധികളാണ് കൊടുത്തിരുന്നത്. നമ്മളതിൻ്റെ സ്പീഡ് കുറയുകയോ നമുക്ക് അത്രയും ആട്ടാൻ സാധിക്കാതെ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറകിൽ നിന്നൊരാൾ ചാട്ടവാറിന് അടിക്കും. ഈ ചാട്ടവാർ എന്ന് പറയുന്നതും ഭയങ്കര മുള്ളൊക്കെ വെച്ചിട്ട് അതുപോലെ മൃഗങ്ങളുടെ തോലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചാട്ടവാറായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ശിക്ഷകൾ എങ്ങനെയാണ്, അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വളരെ വളരെ ശക്തമായി പ്രതിയോഗിക്കുന്ന ആളുകളെ ഒരു രീതിയിൽ വിലങ്ങ് വെക്കും. അതിലും കുറച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേറെ രീതിയിൽ വിലങ്ങ് വെക്കും. അങ്ങനെ പലതരത്തിലുള്ള വിലങ്ങുകളാണ് ഇവർക്ക് ധരിപ്പിച്ചിരുന്നത്. ഇതിൽ ഏറ്റവും വൃത്തികെട്ട ഒരു രീതി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ചാക്കുകൊണ്ടുള്ള ഒരു ഉടുപ്പാണ് ഇടിയിപ്പിക്കുന്നത്. അപ്പം ചാക്കുകൊണ്ടുള്ള ഉടുപ്പ് ഇടിയിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ഒരു കാരണവശാലും ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം ഈ സാധനം നമ്മുടെ മേത്ത് കൊണ്ട് കയറിയിട്ട് നമുക്ക് ചൊറിയും. അപ്പോൾ അതായിരുന്നു ആ ശിക്ഷ കിട്ടിയെന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ശിക്ഷ കിട്ടിയെന്നാണ്. അപ്പോൾ അവർ മാക്സിമം അവരെയും കൊണ്ട് പണിയെടുപ്പിക്കുക, അവരെയും കൊണ്ട് മാക്സിമം അവരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയായിരുന്നു ഇവർ പിന്തുടർന്നുകൊണ്ടിരുന്നത്.
ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ദിവസം 3 ചപ്പാത്തിയും 2 അല്ലെങ്കിൽ 3 ഗ്ലാസ് മാക്സിമം വെള്ളവുമായിരുന്നു കൊടുത്തിരുന്നത്. ഇൻ കേസ് ഇത്രയും ജോലി അവർക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം അവർ കട്ടാക്കിയായിരുന്നു. പിന്നെ പലപ്പോഴും നമുക്കറിയാം നമ്മൾ നിരാഹാര സമരങ്ങൾ കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെ നിരാഹാര സമരങ്ങൾ നടത്തുന്ന ഒരുപാട് സ്വാതന്ത്ര്യ സമര പോരാളികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ബലമായിട്ട് പിടിച്ച് അവരുടെ മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഇവർ ഫുഡ് അടിച്ചു കൊടുക്കും. അപ്പോൾ ഫുഡ് അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും ഇവർ റെസ്പിറേറ്റായും അല്ലാതെയും ഒക്കെ ഇവർ മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, ഇതാണ് ഇവിടെ ലാസ്റ്റ് നമ്മുടെ ഹാങ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ലാസ്റ്റ് വിഷ് ചോദിക്കും. അപ്പം നമുക്കറിയാവുന്നതിൽ ഒരു ഭൂരിഭാഗം ആളുകളും ലാസ്റ്റ് വിഷ് പറയില്ലായിരുന്നു പറഞ്ഞത്. അവർ ലാസ്റ്റ് വിഷായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് തൂക്കി കൊന്നുകൊണ്ടിരുന്ന മുറി. അവിടുന്ന് ഒരു ലിവർ വലിച്ചു കഴിയുമ്പോൾ തന്നെ താഴത്തോട്ട് വീഴുകയും പിന്നീട് മരിച്ചു എന്ന ഉറപ്പായതിനു ശേഷം അവരെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഇവിടെ വെച്ച് ഈ സംഭവം നടത്താനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കേട്ടോ ഈ 2 ഏരിയ മുഴുവനുള്ള മൊത്തം ജയിൽ പുള്ളികൾക്കും ഇവിടെ നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും. അതേസമയം അവർക്ക് അപ്പുറത്തെ ജയിലിലുള്ള ആളുകളോട് സംസാരിക്കാനോ സംവദിക്കാനോ സാധിക്കുകയില്ല. അപ്പോൾ അവരതിൽ പേടിക്കണം എന്നുള്ള രീതിയിൽ കൂടെ ആണ് ഇവരിത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും പേടിയും ഏറ്റവും മനസ്സിന് ഉലച്ചതുമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ്. 87ഓളം ഇന്ത്യക്കാരെ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നുള്ളതൊന്നും അറിയത്തില്ല. അവർ പറയുന്ന കണക്കാണ് 87. നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. ശരിക്കും ഇന്ത്യയിലോട്ട് ആര് കിടക്കാൻ ശ്രമിച്ചാലും, അതായത് ചൈനയിൽ നിന്നോ ബംഗാൾ ഉൾക്കടൽ വഴി ഇന്ത്യയിലോട്ട് ആര് കിടക്കാൻ ശ്രമിച്ചാലും ആദ്യമേ ആൻഡമാനായിരുന്നു തൊട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ് കടൽ കൊള്ളക്കാരുടെ ഒരു സങ്കേതം തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ അവരുടെ ഒരു ഭരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നവരെയും അതുപോലെ തന്നെ മറ്റു കുറ്റവാളികളുമായിട്ട് ഏകദേശം ആദ്യത്തെ കപ്പൽ വരുന്നത് ഒരു 200ഓളം പേരെ ആയിട്ടാണ് ആദ്യത്തെ കപ്പൽ ഇവിടെ വരുന്നത്. അതായത് ആ സമയത്ത് ഇവിടെ മൊത്തം കാടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഈ 200 പേർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഈ സ്ഥലം വാസയോഗ്യമാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ട് തന്നെ ഇവിടെ പണിയെടുപ്പിച്ച് ഏകദേശം ഇവിടെ ഒരു വാസയോഗ്യമാക്കി കഴിഞ്ഞപ്പോൾ അടുത്ത കപ്പൽ വരികയാണ്. അടുത്ത കപ്പൽ വന്നത് 1000 പേരുടെ കപ്പലാണ്. അപ്പോൾ ഇവിടെ ഏകദേശം 678ഓളം റൂമാണുള്ളത്. അവരവിടെ അങ്ങനെ താമസിച്ചു 1ാം ലോക മഹായുദ്ധം വരെ. അതിനുശേഷം 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏകദേശം 15000ഓളം ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നാണ് പറയുന്നത്. 15000ഓളം ആളുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു റൂമിൽ ഏകദേശം 20-ന് മുകളിൽ ആളുകളാണ് താമസിക്കുന്നത്. പിന്നെ 1943 ജപ്പാനീസുകാർ 42 ജപ്പാനീസ് സൈന്യം ഇത് ഹാൻഡ് ഓവർ ചെയ്തു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞപ്പം ഇവർക്ക് ബ്രിട്ടീഷുകാർക്ക് തോന്നി ഇവർക്ക് ഇത് പിടിച്ച് കിട്ടത്തില്ലെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഇവരിത് ജപ്പാനീസുകാർക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും, പക്ഷേ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ത്യക്കാർ ജപ്പാനീസുകാരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് ജപ്പാനീസിനെതിരെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ജയിലിലെ വാർഡൻ അല്ലെ വൈസ്രോയിയെ തന്നെ ഇവിടുത്തെ ജയിലിൽ അടക്കുകയും പിന്നെ വളരെ ക്രൂരമായിട്ട് നമ്മൾ ജപ്പാനീസ് അയാളെ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനൊക്കെ ശേഷം 1943 സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ റോസ് ഐലൻഡിൽ, ആൻഡമാനിൽ തന്നെയുള്ള റോസ് ഐലൻഡിൽ ഇന്ത്യൻ ഫ്ലാഗ് കുത്തി എന്നാണ് പറഞ്ഞത്. എന്തായാലും 1947 വരെ ബ്രിട്ടീഷിൻ്റെ അധിനിവേശത്തിൽ തന്നെയായിരുന്നു ഇത്. അപ്പം 43 ആയപ്പോഴത്തേക്കും കുറേ റൂൾസും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ചെയ്തുവെങ്കിലും അവർക്ക് കുറച്ചുകൂടെ അതായത് 43 സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ ഫ്ലാഗ് കുത്തിയതിന് ശേഷം ഇവിടെയുള്ള ആളുകളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കണം എന്നുള്ള ഒരു നിയമവും കാര്യങ്ങളും ഒക്കെ വന്നു. അവരുടെ ചികിത്സാ കാര്യങ്ങളൊക്കെ നടക്കണം എന്നുള്ള നിയമങ്ങൾ വന്നു. എൻ്റെ അറിവിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും കൂടുതൽ പൈശാചികത ഉള്ള ക്രൂരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ നിലകൊണ്ടിരുന്ന ഒരു ജയിലാണ് ഈ സെല്ലുലാർ ജയിൽ എന്ന് പറഞ്ഞാൽ. ഞാൻ സത്യം പറഞ്ഞാൽ ആൻഡമാനിൽ വന്നത് ഭയങ്കര രസമുള്ള കാഴ്ചകൾ കാണാനുണ്ട്. പക്ഷേ ആദ്യം തന്നെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകളാണ് കാണേണ്ടി വന്നത്. പക്ഷേ ഞാൻ ഈ ട്രിപ്പ് വന്നിരിക്കുന്നത് സാഫർ ഗ്രൂപ്പിൻ്റെ കൂടെ ആട്ടോ. അവർ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവർക്ക് എല്ലാ മാസവും കുറേ സ്ഥലത്തേക്ക് ട്രിപ്പുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ പുറകിൽ ഫോട്ടോ എടുക്കുന്ന ഗ്രൂപ്പ് കണ്ടോ, അപ്പോൾ അവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. അവർ നമ്മുടെ അടുത്ത് വന്ന് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. അതേ നമ്മളുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ അവർ ഒത്തിരി സംസാരിച്ചു കേട്ടോ. നമുക്കും ഭയങ്കര ഹാപ്പിയായി. ആക്ച്വലി അവരെല്ലാവരും നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാവരും അല്ല, പക്ഷെ അതിൽ കൂടുതൽ ആളുകൾക്ക് നമ്മളെ അറിയാം. അവരെല്ലാം ഡൽഹി ബേസ്ഡ് ആണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. നമ്മുടെ വീഡിയോ അവിടെയും വരെയൊക്കെ ചെന്ന് തിരിച്ചറിയുന്നത്. സത്യത്തിൽ ഞാൻ
അത്ര ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. അതെ അതെ, ആൾക്കാര് ഏറ്റവും കൂടുതൽ ഷാമ്പൂവിന്റെ വീഡിയോ ഐഡന്റിഫൈ ചെയ്യണം. ചോദിക്കുന്നത് ആ ചേച്ചി ഇത്ര ഷാമ്പൂ ഉപയോഗിക്കുന്ന ചോദിച്ചു കളയുന്നത്. നമ്മുടെ ലൈറ്റ് ഷോ തുടങ്ങാൻ പോവുക കേട്ടോ. അപ്പൊ ലൈറ്റ് ഷോയിൽ നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പെർമിഷൻ അല്ല. പക്ഷേങ്കിൽ ഇത് കണ്ടോ, ലൈറ്റ് ഷോയ്ക്ക് മുന്നോടിയായിട്ട് അവരിവിടെ എല്ലാം പ്രത്യേക തരത്തിലെ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. ഈ ഹോട്ടലിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഹോട്ടൽ കണ്ടിട്ട് നല്ല ലുക്കൊക്കെ ഉള്ള ഹോട്ടലാട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നുണ്ട്. അപ്പൊ അതെ ഇതാട്ടോ നമ്മുടെ റൂം എന്ന് പറയുന്നത്. അടിപൊളി റൂം. എങ്ങനെയുണ്ട് റൂം? ഓ ഇവിടെ നമുക്കൊരു ടീ കോഫി ഒക്കെ ഉള്ള ഒരു സംവിധാനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഒരു അടിപൊളി വാഷ്റൂം, എല്ലാ ലിക്വിഡ്സ് കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ഈ ട്രിപ്പ് വന്നിരിക്കുന്നത് ഭയങ്കര ഹാസിൽ ഫ്രീ ആയിട്ടാട്ടോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ആക്ച്വലി ഈ ട്രിപ്പിൽ വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എയർപോർട്ടിൽ നിന്ന് അവർ പിക്ക് ചെയ്തു, നേരെ നമ്മളെ സെല്ലുലാർ ജയിലിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണിച്ചു, കിഡിലൻ റൂം പ്രൊവൈഡ് ചെയ്യുന്നു, ഫുഡ് എല്ലാം 3 നേരത്തെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ടെൻഷനില്ല. ജസ്റ്റ് നമുക്ക് അവരുടെ കൂടെ അങ്ങ് പോയേച്ചാൽ മാത്രം മതി. അപ്പോൾ സാഫർ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ട്രിപ്പ് വന്നിരിക്കുന്നത്. അവരുടെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കും കേട്ടോ. അവർക്ക് എല്ലാ മാസവും കുറേ സ്ഥലത്തേക്ക് ട്രിപ്പ് അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡമാൻ മാത്രമല്ല, കുറേ സ്ഥലത്തേക്ക് ലൈക്ക് സിക്കിമുണ്ട്, കാശ്മീരുണ്ട്, അങ്ങനെ കുറേ സ്ഥലത്തേക്കുണ്ട്. അത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ ഞാൻ പറയുവാണ്, നിങ്ങൾ എന്തായാലും ആൻഡമാൻ ഒരു പ്രാവശ്യം വന്നു പോകണം കേട്ടോ. നമുക്ക് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ പോയി കിടന്നുറങ്ങുവാണ്. ബൈ ബൈ ബൈ. സ്റ്റേ ബ്ലെസ്ഡ്.